കരിയർ മാപ്പിംഗ് ടെസ്റ്റ് 3 ടെസ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുണ്ട്. ഒന്ന് DMIT ചെയ്യുന്നു. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പവർഫുൾ ടെസ്റ്റാണ് DMIT. ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണ. ഇവൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ധാരാളം കൈനസ്തെറ്റിക്, ലോജിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് പറയുന്നത്. ഈ ഇൻ്റലിജൻസ് ഏതാണെന്ന് കൃത്യമായി, അതിനകത്ത് ഏതാണ് ഡോമിനൻ്റ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ, ഇത് ഏത് ബ്രെയിനാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഈ കുട്ടി വന്നു, എന്നെ കണ്ടു, കുറേ നേരം സംസാരിച്ച് എനിക്കൊരു പുസ്തകം ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നീട് കുറച്ചാളോട് വിളിക്കുന്നില്ല. അതിനുശേഷം എന്നെ ഈ പരിചയപ്പെടുത്തിയ ആൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ കുട്ടി പൂർവ്വജന്മത്തിൽ ഇങ്ങനെയായിരുന്നു, ആ കുട്ടിക്ക് ഇപ്പം കുറേ നിയമങ്ങളുണ്ട്. എന്നാലും അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അവരിൽ എന്തൊക്കെയാണ് ഇൻബോൺ ആയിട്ടുള്ള ഇൻ്റലിജൻസ്, അവരുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഡിസ്ട്രിബ്യൂഷന്, ധാരാളം കഴിവുകളുടെ കേന്ദ്രമാണ്. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ളൊരു മേഖലയിലേക്ക് വിടാനായിട്ട് സഹായിക്കും. സുരേഷ് സാറേ, സാറിൻ്റെ പ്രൊഫൈലിലൂടെ നമ്മളിങ്ങനെ പോകുമ്പോൾ കരിയർ മാപ്പിംഗ് ടെസ്റ്റിനെ കുറിച്ച് കുറേയധികം വീഡിയോകൾ നമ്മൾ കണ്ടു. സോ എന്താണ് ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ്? കരിയർ മാപ്പിംഗ് ടെസ്റ്റ് 3 ടെസ്റ്റുകൾ കമ്പൈൻ ചെയ്തിട്ടുള്ള. ഒന്ന് DMIT ചെയ്യുന്നു. ഒരുപാട് പേര് എൻക്വയറി ചെയ്യുന്ന ഒരു ടെസ്റ്റാണ്. പവർഫുൾ ടെസ്റ്റാണ് DMIT. ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ് എന്നാണ് അതിൻ്റെ പൂർണ്ണ. ഡെർമ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്ന്, മനസ്സിലായോ? അപ്പോൾ ആ സ്കിന്നിലെ നമ്മുടെ ഈ വിരലിൻ്റെ അറ്റത്ത് ഓരോ ഭാഗങ്ങളിലും ഓരോ കെറുണ്ട്, നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല. പക്ഷെ നമ്മൾ സ്കാൻ എടുക്കുന്ന സമയത്ത് കൃത്യമായിട്ട് ഓരോന്നിനും ഓരോ രൂപമുണ്ട്. അത് നമ്മുടെ അമ്മയുടെ വയറ്റിൽ കിടക്കുന്ന സമയത്ത് രൂപപ്പെടുന്നതാണ്. അപ്പോൾ അതിനെ കൃത്യമായി പഠിക്കുന്ന ശാസ്ത്രശാഖയാണ് ഡെർമറ്റോഗ്ലിഫിക്സ് എന്ന് പറയുന്നത്, ആ ഇൻഡസ്ട്രി. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ ഡെർമറ്റോഗ്ലിഫിക്സ് മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് ടെസ്റ്റ്, DMIT ടെസ്റ്റ്, പിന്നെ ഒരു സൈക്കോമെട്രിക് അസസ്മെൻ്റ് ഉണ്ട്, കുറച്ച് ക്വസ്റ്റ്യൻസ് അവർ ആൻസർ ചെയ്യണം, പിന്നെ ഒരു ഇൻഡിവിജ്വൽ കൗൺസിലിംഗ് ഉണ്ട്. ഇത് 3 കൂടി കമ്പൈൻ ചെയ്തിട്ടുള്ള ടെസ്റ്റാണ് കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്ന് പറയുന്നത്. അപ്പം ഈ കരിയർ മാപ്പിംഗ് ടെസ്റ്റ് എന്തിനാണ് ചെയ്യേണ്ടത്? കരിയർ മാപ്പിംഗ് ടെസ്റ്റ് ഒരു വ്യക്തിയുടെ സവിശേഷതകൾ, അവരുടെ ഇൻബോൺ ടാലൻസ് കണ്ടുപിടിക്കാനും അവരേത് പഠന മേഖലയിലേക്കാണ് പോകേണ്ടത്, ഏത് തൊഴിൽ മേഖലയിലേക്കാണ് പോകേണ്ടതെന്ന് കൃത്യമായി മാപ്പ് ചെയ്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. അപ്പോൾ 10ാം ക്ലാസ് സഹായിക്കുന്ന ടെസ്റ്റ്. 10ാം ക്ലാസ് എത്തുന്നതിന് തൊട്ട് മുമ്പ് ചെയ്യണം. 10ാം ക്ലാസ് എത്തുന്നതിന് മുമ്പല്ല, നേരത്തെ ചെയ്യുന്നതാണ് നല്ലത്. കാരണം ഈ വ്യക്തിയുടെ ഇതിനകത്ത് ധാരാളം കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. ഒരു വ്യക്തിയിൽ ഒളിഞ്ഞിരിക്കുന്ന സവിശേഷതകൾ എന്താണെന്ന് നമ്മൾ നേരത്തെ മനസ്സിലാക്കുകയാണെങ്കിൽ അവർക്ക് അതനുസരിച്ചുള്ളൊരു ട്രെയിനിങ് കൊടുക്കാൻ പറ്റും. മനസ്സിലായോ? ഒരു കുട്ടിയുടെ പഠന മേഖല, പഠന രീതി, ഇപ്പം ലേണിംഗ് സ്റ്റൈലുണ്ടല്ലോ, ചിലർക്ക് പെട്ടെന്ന് കേട്ട് മനസ്സിലാക്കുന്ന ആൾക്കാരാണ്. ചില കുട്ടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്ത് മനസ്സിലാക്കും, ചിലർ കണ്ട് മനസ്സിലാക്കും. പല രീതിയിൽ ഇതിനെ അനുഭവിച്ചറിയുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ഈ ലേണിംഗ് സ്റ്റൈൽ കൃത്യമായിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇവൻ്റെ മൾട്ടിപ്പിൾ ഇൻ്റലിജൻസ് എന്താണെന്ന് അറിയാൻ പറ്റും. അപ്പോൾ ധാരാളം കൈനസ്തെറ്റിക്, ലോജിക്കൽ ഇൻ്റലിജൻസ്, ഇൻ്റർപേഴ്സണൽ എന്ന് പറഞ്ഞാൽ 8 തരത്തിലുള്ള ഇൻ്റലിജൻസ് പറയുന്നുണ്ട്. ഈ ഇൻ്റലിജൻസ് ഏതാണെന്ന് കൃത്യമായി, അതിനകത്ത് ഏതാണ് ഡോമിനൻ്റ് എന്ന് കൃത്യമായി കണ്ടുപിടിക്കാൻ പറ്റും. ലെഫ്റ്റ് ബ്രെയിൻ, റൈറ്റ് ബ്രെയിൻ, ഇത് ഏത് ബ്രെയിനാണ് ഡോമിനൻ്റ് ആയിട്ട് നിൽക്കുന്നത്. ഇവൻ്റെ ലീഡർഷിപ്പ് ക്വാളിറ്റി ഏതാണ്, ഏത് മേഖലയാണ് ഏറ്റവും കൂടുതൽ എൻ്റെ സ്കില്ല് കാണിക്കുന്നത്. ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ ഈ ടെസ്റ്റ് വഴി കണ്ടുപിടിക്കും. ഇന്നത്തെ കാലത്ത് MBBS സീറ്റ് കിട്ടിയില്ലെങ്കിൽ BTech പോയിട്ട് അവസാനം സിനിമാ സംവിധായകനോ ഹോട്ടൽ നടത്തിപ്പാരനോ ഒക്കെ ആവുന്ന കാലഘട്ടമാണ്, ഫോട്ടോഗ്രാഫറൊക്കെ ആവുന്ന കാലഘട്ടമാണ്. മെക്കാനിക്കൽ നടന്ന ആൾ ഇപ്പോൾ ചരൽ വരുന്നുണ്ട്. BTech മെക്കാനിക്കൽ കഴിഞ്ഞ ആൾ. കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ഉണ്ട്, അതിൽ തെറ്റൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഞാൻ വീഡിയോ, നമുക്ക് ഒരു ജോബിനെ നമ്മൾ ഒരിക്കലും തെറ്റാന്ന് പറയല്ല, പക്ഷെ ആ വ്യക്തി എന്തിന് BTech മെക്കാനിക്കൽ പഠിച്ചു. കഴിഞ്ഞ ദിവസം ഞാൻ കണ്ടതാണ്, എയർ ഇന്ത്യയിലും ബ്രിട്ടീഷ് എയർവേസിലും ഒക്കെ വർക്ക് ചെയ്ത ഒരു പയ്യൻ നാട്ടിലെ സാധ്യതകൾ മനസ്സിലാക്കിയിട്ട് കൊല്ലത്ത് മറ്റേ മൺട്രോത്തുരത്തിൽ അവിടുത്തെ ടൂറിസം സാധ്യതകൾ മനസ്സിലാക്കി അവിടുത്തെ ടൂറിസം പ്രൊജക്റ്റും രാത്രിയിൽ മീൻ പിടുത്തും. ഇതാണ് പുള്ളിയുടെ വരുമാനം. പുള്ളി പറയുന്ന 1 കിലോ കരിമീൻ കിട്ടിയ 700 രൂപ കിട്ടും. അതെ, അവർ ഈ സെയിം കാരണം തന്നെ എന്നോടും പറഞ്ഞത്. അവർക്ക് രാവിലെ തൊട്ട് വൈകുന്നേരം വരെ BTech മെക്കാനിക്കൽ ജോലി ചെയ്തപ്പോൾ കിട്ടുന്ന ശമ്പളം 10,000 രൂപ, 15,000 രൂപ, 20,000 രൂപയുള്ളൂ. ഇവർക്ക് ഒരു ദിവസം 1000 രൂപ, 1,500 രൂപ മിനിമം കിട്ടും. അപ്പോൾ 10 ദിവസം എത്രയായി? ഈ സാലറി ആയില്ലേ? പിന്നെ ഇഷ്ടംപോലെ ഫ്രീഡം ഉണ്ട്. ഇതാണ് അവർ ചിന്തിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കാണ് പല ആൾക്കാരും വേറെ മേഖലയിലേക്ക് പോകുന്നത്. അതിനകത്ത് ചില ആളുകൾക്ക് ഈ മൾട്ടിപ്പിൾ ടാലൻസ് ഉണ്ടാവുന്നവരുണ്ടാവുമല്ലോ. ഇപ്പം ചിലർ അവരുടെ പ്രൊഫഷനിലും വിജയിക്കും. ഇപ്പം ഡോക്ടർ ബിജു എന്ന് പറയുന്ന ഒരു സംവിധായകൻ, പുള്ളി ഹോമിയോ ഡോക്ടറാണ്. പുള്ളി സിനിമ സംവിധായകൻ, ഒരുപാട് അവാർഡുകൾ വാങ്ങിയാണ്. ഇത് രണ്ടും അവർക്ക് പറ്റും. ഇപ്പൊ ഡോക്ടർ സരിൻ, നമ്മുടെ പൊളിറ്റീഷ്യൻ ഡോക്ടർ സരിൻ, പുള്ളി MBBS ഡോക്ടറാണ്, IAS ഓഫീസറാണ്, സിവിൽ സർവീസ് ഉദ്യോഗസ്ഥനായിരുന്നു, ഇപ്പൊ പൊളിറ്റിക്സിലും ഉണ്ട്. അല്ല, അതിനകത്ത് എന്താ വെച്ചാൽ ഒരു വ്യക്തിക്ക് നമ്മൾ ആരും മനസ്സിലാക്കാത്ത കാര്യമാണ്, ഒന്നിൽ കൂടുതൽ കഴിവുകളുണ്ട്. ധാരാളം കഴിവുകളുള്ള ഒരു വലിയ സാഗരമാണ് ഒരു വ്യക്തി എന്ന് പറയുന്നത്. അതിനകത്ത് ഈ വ്യക്തിക്ക് ഡോമിനൻ്റ് ആയി നിൽക്കുന്ന ചിലപ്പോൾ 2 or 3 മേഖലകൾ കാണും. ആ മേഖലയാണ് അവർ തിരഞ്ഞെടുക്കുന്നത്. മനസ്സിലായോ? വേറെയും കഴിവുകൾ അവർക്ക് കാണുമായിരിക്കാം, പക്ഷെ അവർക്ക് ഏറ്റവും ഉയർന്നു നിൽക്കുന്ന ആ കഴിവായിരിക്കും അവർ അവരുടെ ജീവിതത്തിൽ മനസ്സിലാക്കി 1, 2, 3 നമ്മൾ പറഞ്ഞു കൊടുക്കും. കൃത്യമായി നമുക്ക് മനസ്സിലാക്കാൻ പറ്റും.
ഏതൊക്കെ മേഖലയാണ് ഈ വ്യക്തിക്ക് ഡോമിനൻ്റായി നിൽക്കുന്നത്. അത് അവരുടെ പല ടെസ്റ്റുകൾ നടത്തി, ഒരു ടെസ്റ്റ് മാത്രമല്ല, നമ്മൾ പല ടെസ്റ്റുകൾ നടത്തിയിട്ട് കമ്പയർ ചെയ്തപ്പോൾ നമുക്കൊരു ഗ്രാഫ് കിട്ടും. ഇതിനെ ബേസ് ചെയ്താണ് ആ വ്യക്തിക്ക് പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പറഞ്ഞു കൊടുക്കുകയും ചെയ്യും. ഇത് ഇന്നത്തെ കാലത്ത് എല്ലാ പേരൻസും ചെയ്യേണ്ടുന്ന ഒരു ടെസ്റ്റാണെന്ന് ഞാൻ പറയും. തീർച്ചയായും. കാര്യം മക്കളുടെ ടേസ്റ്റ് മനസ്സിലാക്കാതെ അച്ഛൻ്റെയും അമ്മയുടെയും ആഗ്രഹത്തിന് ഡോക്ടറാണ് മെയിൻ ഡോക്ടറാണ് ആക്കാൻ ചൈനയിലും അവിടെ ഇവിടെയൊക്കെ വേണ്ടി എനിക്ക് ഒരു ഡോക്ടറുടെ മകൻ എന്നെ ഒരു സ്പിരിച്വൽ മേഖലയിൽ നിൽക്കുന്ന ഒരാൾ എനിക്ക് പരിചയപ്പെടുത്തിയതാണ്. ആ ഒരു പയ്യൻ വിളിക്കും, ഒന്ന് സംസാരിക്കണേ രോഹിതേക്ക്. ഞാൻ പറഞ്ഞ പിന്നെ എന്താ, അങ്ങനെ ഈ പയ്യനെ വിളിച്ചിട്ട് എന്നോട് പറയുന്നത് എനിക്ക് ചേട്ടൻ്റെ കൂടെ വന്ന് വർക്ക് ചെയ്യുന്നത് ഭയങ്കര ആഗ്രഹമാണ്. ഞാൻ വെച്ചാൽ അതെന്തിനാ, ചേട്ടൻ്റെ അടുത്ത് ഈ സ്പിരിച്വൽ ആയിട്ടുള്ള ഒരുപാട് ആളുകളൊക്കെ വരുമല്ലോ, എനിക്ക് ഇവരെയൊക്കെ പരിചയപ്പെടണം, എനിക്ക് ചേട്ടനെ പരിചയപ്പെടണം. അപ്പം ഞാൻ പറഞ്ഞതിന് മോൻ വന്നു. അപ്പോൾ എവിടെയാണെന്ന് ചോദിച്ചപ്പോൾ ചങ്ങനാശ്ശേരിയാണ് വീടെന്ന് പറഞ്ഞു. ഞാൻ ചങ്ങനാശ്ശേരി ആണെങ്കിൽ ഞാൻ നാളെ രാവിലെ ചങ്ങനാശ്ശേരി പാസ് ചെയ്ത് നമുക്ക് അവിടെ നിന്ന് കാണാൻ. ഈ കുട്ടി വന്നു, എന്നെ കണ്ടു, കുറേ നേരം സംസാരിച്ചു, എനിക്കൊരു പുസ്തകം ഗിഫ്റ്റ് തന്നു. അങ്ങനെ ഞാൻ പോയി. പിന്നീട് ഇപ്പോൾ കുറച്ചാളോട് വിളിക്കുന്നില്ല. അതിനുശേഷം എന്നെ ഈ പരിചയപ്പെടുത്തിയ ആൾ എന്നോട് കുറേ കാര്യങ്ങൾ പറഞ്ഞു. ഈ കുട്ടി പൂർവ്വജന്മത്തിൽ ഇങ്ങനെയായിരുന്നു, ആ കുട്ടിക്ക് ഇപ്പം കുറേ നിയമങ്ങളുണ്ട്. ഒരു ദിവസം ഇപ്പം വീണ്ടും എന്നെ വിളിച്ചു, ചേട്ടാ ഞാൻ വരട്ടെ. അപ്പം നമ്മളിവിടെ ഒരു കോഴ്സ് നടത്തുന്നുണ്ട്, ഈ ഡിജിറ്റൽ മീഡിയ ബന്ധപ്പെട്ട് എഡിറ്റിങ്ങും മറ്റും പഠിപ്പിക്കുന്ന കോഴ്സ്. ഞാൻ വന്ന് അതിന് ചേരട്ടെ, എനിക്ക് അവിടെ നിൽക്കാൻ ഒരു സൗകര്യം ഒപ്പിച്ച് തരുമോ എന്നൊക്കെ ചോദിച്ചു. അപ്പം മോനെ നീ എന്താ പഠിച്ചത് ഞാൻ ചോദിച്ചാൽ പറഞ്ഞു ഞാൻ ചൈനയിൽ MBBS കഴിഞ്ഞ ആളാണ്. ശരി. അപ്പം ഞാൻ പറഞ്ഞു MBBS കഴിഞ്ഞ ഒരാളെ ഞാൻ എങ്ങനെയാടാ കൂടെ നിർത്താം? അപ്പം നല്ല ചേട്ടാ എനിക്കിവിടെ ഇക്വലൻസി ടെസ്റ്റ് എഴുതണം, ഞാനത് എഴുതിയിട്ട് 2 തവണ കിട്ടിയില്ല, എൻ്റെ ഒരു ടെസ്റ്റ് പഠിച്ചതല്ല, അച്ഛൻ ഡോക്ടർ ആയതുകൊണ്ട്. അപ്പം ഞാൻ അവനോട് പറഞ്ഞു എന്തായാലും നീ ഇത് പഠിച്ചില്ലേ, നീ എന്തായാലും ആ ടെസ്റ്റ് എങ്ങനെയെങ്കിലും എഴുതിയെടുക്ക്, നീ പഠിച്ചു, അതിനുശേഷം നിൻ്റെ ടെസ്റ്റിനനുസരിച്ച് നമുക്ക് എന്താണെന്ന് വെച്ചാൽ ആലോചിച്ചിട്ട് ചെയ്യാം. അതാകുമ്പോൾ അച്ഛനും അമ്മയും പഠിപ്പിക്കും. വേറെ ഒന്നും എനിക്ക് പറഞ്ഞു കൊടുക്കാനില്ല. 5 വർഷമോ എത്ര ലക്ഷം രൂപ മുടക്കിയിട്ടായിരിക്കും ഇപ്പോൾ. തീർച്ചയായും. അപ്പം ഇത്തരത്തിലുള്ള ഒരുപാട് പേരെ എനിക്കറിയാം, വലിയ ആഗ്രഹങ്ങളും. ഇപ്പം 3 Idiots എന്ന് പറഞ്ഞ സിനിമയിൽ തന്നെ അത് കൃത്യമായിട്ട് അഡ്രസ്സ് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ ഒരുപാട് പേര്. ഇപ്പം ഞാൻ എൻ്റെ കാര്യം പറഞ്ഞാൽ ഞാൻ +2 കഴിഞ്ഞപ്പോൾ എൻ്റെ മുന്നിലുള്ള ആഗ്രഹങ്ങൾ പലതായിരുന്നു. ആക്ച്വലി സിനിമ മീഡിയ എന്ന് പറയുന്ന ഒരു ആഗ്രഹം ഇങ്ങനെ കുഞ്ഞുനാൾ മുതലേ നമ്മൾ ഈ നാടകം സൈഡിലല്ല, അതിങ്ങനെ മെയിനായിട്ട് ഇങ്ങനെ നിൽക്കണം. ഇതിനപ്പുറത്തേക്ക് എൻ്റെ വേറൊരു ആഗ്രഹമാണ് ഈ കോട്ടിട്ട് കോടതി കയറിയിട്ട് വാദം നടത്തണം എന്നുള്ളത് വലിയൊരു ആഗ്രഹം. പണ്ട് പോലെ നമ്മൾ ഈ സിനിമകളുണ്ടാകും. പിന്നെ എൻ്റെ അച്ഛൻ പണ്ട് ഈ മലയാളം വിദ്വാനൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് ആള് വക്കീലിന്റെ കുമ്പസനായിട്ട് ഇരുന്നിട്ടുണ്ടെന്ന് ഇങ്ങനെ അമ്മ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. കുഞ്ഞുനാള് അമ്മ കല്യാണത്തിനൊക്കെ മുമ്പ്, പിന്നീട് പുള്ളി കോൺട്രാക്ടർ. പിന്നെ അതൊരു ആഗ്രഹമായിട്ട് നിൽക്കുന്നു. ചെറുപ്പകാലം മുതൽ ഞാൻ കണ്ടിട്ടുള്ളത് സിമെന്റ്, കോൺക്രീറ്റ്, തട്ടുപണിക്കാർ, പെയിന്റിങ്. കാരണം അച്ഛൻ കോൺട്രാക്ടർ ആയതുകൊണ്ട് എപ്പോഴും ഇതിൻ്റെതായ സാധനങ്ങൾ കയറ്റിക്കൊണ്ടുപോകുന്നത് ഇറക്കിക്കൊണ്ടുപോകുന്നത് എല്ലാം വീട്ടിൽ നിന്നാണല്ലോ, ഈ തട്ടും മുട്ടും ഇതുമൊക്കെ. അപ്പോൾ ഈ കൺസ്ട്രക്ഷൻ മേഖല ഇത് മൂന്നും ഭയങ്കര ആഗ്രഹമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഞാൻ LLBയുടെ പഠിക്കാൻ വേണ്ടിയിട്ട് ആപ്ലിക്കേഷൻ ഫോം കൊണ്ടുവച്ചു. അപ്പോൾ അച്ഛൻ ഒരു സിവിൽ എഞ്ചിനീയറിങ്ങിൻ്റെ ആപ്ലിക്കേഷൻ ഫോം എടുത്ത് മുന്നിൽ വെച്ചു. അപ്പോൾ അന്ന് സാമ്പത്തികമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇത് ഏത് പഠിക്കാൻ പോകണമെങ്കിലും സിവിൽ എഞ്ചിനീയറിംഗ് എനിക്ക് ഓക്കെ, പക്ഷെ ഞാൻ എടുത്താൽ അച്ഛൻ കുറേ ബുദ്ധിമുട്ടുണ്ട് വരും എന്നെ ഇത് പഠിപ്പിക്കാൻ. കാരണം നമ്മൾ ഈ ഫിസിക്സിലും കെമിസ്ട്രിയിലും മാത്സിലൊക്കെ വലിയ മിടുക്കനായതുകൊണ്ട് ഡൊണേഷനൊക്കെ കൊടുക്കേണ്ടി വരും. ഇപ്പുറത്ത് LLB എടുത്തു വെച്ചു. അപ്പോൾ എൻ്റെ മനസ്സിൽ വേറൊരു കുതന്ത്രം കൂടെ ഉണ്ട്. ഇതൊക്കെ പറയുമ്പോഴും ഈ ഫിസിക്സും കെമിസ്ട്രിയും മാത്സും എങ്ങനെ പഠിക്കാതിരിക്കാന്നൊരു ചിന്തയും കൂടെ എനിക്കുണ്ട്. തീർച്ചയായും. LLB ആകുമ്പോൾ ഇത് പഠിക്കണ്ട. തീർച്ചയായും. അപ്പം പക്ഷേ ഈ വർഷം നിയമം ഒക്കെ ഓർത്ത് വെക്കണം, അങ്ങനെ ഒരു ടെൻഷൻ ഉണ്ടെങ്കിൽ അത് എടുത്തു വെച്ചപ്പോൾ സഹോദരി എന്നോട് ചോദിച്ചു. അപ്പോൾ സഹോദരി പോളിടെക്നിക്കും കഴിഞ്ഞ് B.Tech കഴിഞ്ഞിട്ട് ബാങ്കിൽ ജോലി മേടിച്ചിട്ട് നിൽക്കുന്ന സമയമാണ്, വേറെ മേഖലയാണ്. മനസ്സിലായി. അപ്പം സഹോദരനോട് ചേട്ടാ ഒരു LLB ഒക്കെ എടുത്ത് നീ എങ്ങനെയും പഠിച്ചെഴുതി വക്കീലായിരിക്കട്ടെ, ഒന്ന് സെറ്റിൽ ആവണമെങ്കിൽ എത്ര വർഷം എടുക്കണം അന്ന് പുള്ളിക്കാരിയാണ്. ഞാൻ ശരിയാ. അവസാനമാണ് ഞാൻ വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ എടുക്കാൻ തീരുമാനിച്ചത്. ശരി. പക്ഷേ എൻ്റെ വീട്ടുകാർ ഈ ടെസ്റ്റിൻ്റെ ഒന്നും ആവശ്യമില്ല, അത് എൻ്റെ ആഗ്രഹത്തിന് വിട്ടതുകൊണ്ട് ഞാനത് പഠിക്കാൻ പോയി. തീർച്ചയായും. പഠിച്ചിട്ട് തിരിച്ചു വന്നിട്ട് മനോരമയിൽ ഞാനൊരു ഇൻ്റർവ്യൂവിന് പോയി. അതെനിക്ക് കിട്ടുമെന്നൊക്കെ വിചാരിച്ചു, പക്ഷെ കിട്ടിയില്ല. ശരി. അപ്പോൾ പിന്നെ എനിക്ക് വീട്ടിൽ ചില ഭൗതിക സാഹചര്യം, അച്ഛൻ അസുഖം, ഈ പരിപാടിയൊക്കെ ആയതുകൊണ്ട് നാട്ടിൽ നിൽക്കേണ്ടതുകൊണ്ട് ഞാൻ ആദ്യത്തെ ഒരു വർഷം പഠിപ്പിക്കാൻ പോയി. പിന്നീട് ഈ സെയിൽസിലേക്കാണ് പോയത്, ഇൻഷുറൻസ് സെയിൽസ്. കൺസെപ്റ്റാണ് വിൽക്കുന്നത്, മറ്റേ ബ്രോഷർ കൊണ്ടുപോയിട്ട് 1 ലക്ഷം 2 ലക്ഷം മേടിക്കേണ്ട പരിപാടി. പക്ഷെ ഞാനതിൽ സക്സസ് ആയിരുന്നു. ഞാനിങ്ങനെ ആലോചിച്ചു ഇതൊക്കെ എന്നെ കൊണ്ട് എൻ്റെ വായിൽ കിടക്കുന്ന നാക്കുന്നല്ല, മറ്റേ വക്കീലാവാനുള്ള ആഗ്രഹം കിടക്കുന്നതുകൊണ്ട് ഞാനതിൽ കുറേ കാലം മുന്നോട്ട് പോയി. അത് കഴിഞ്ഞിട്ട് ഈ കൺസ്ട്രക്ഷൻ മേഖല മൊത്തം ഏറ്റെടുക്കുന്ന ഒരു സാഹചര്യം വന്നു. ഫാദറിന് സുഖമില്ലാതായപ്പോഴത്തേക്ക് അതിൽ ഞാൻ സക്സസ് ആയി. ഒരു പരിധി വരെ എൻ്റെ 2018 വരെ ഞാൻ ഈ ബിസിനസ്സുകൾക്കും ഈ ജോലിക്കും ഒക്കെ ഒപ്പം കോൺട്രാക്ടാണ്. എൻ്റെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ചെയ്ത റോഡുകൾ, അല്ലെങ്കിൽ അച്ഛനും ഞാനുമായിട്ട് ചെയ്ത റോഡുകൾ, പിന്നെ ഒരു 20ഓളം വീടുകൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പിന്നീട് അപ്പോഴും വേറെ പ്രശ്നമുണ്ട്, ഈ കോർപ്പറേറ്റ് കമ്പനിയിലൊക്കെ ഞാൻ ഇൻ്റർവ്യൂവിന് ചെല്ലുമ്പോഴേ കമ്പനി മാറുമല്ലോ, HDFC, ഫ്യൂച്ചർ ജനറൽ, നവീവ, ഇൻഡസെൻ്റ്. അവിടെ ചെന്ന് എൻ്റെ റെസ്യൂം കൊടുക്കുമ്പോൾ ഇവർ BSc വിഷ്വൽ കമ്മ്യൂണിക്കേഷൻ ആൻഡ് ജേർണലിസം, അത് അവരെന്നെ ഇങ്ങനെ നോക്കും.
അതെ ഞാൻ തന്നെ ഇത് പഠിച്ചിട്ട് എന്തിനാണ് ഇവിടെ ഇന്റർവ്യൂവിന് വന്നതെന്ന് അവർ ചോദിക്കാതെ ചോദിക്കും. അതെ നോട്ടത്തിൽ മനസ്സിലാവും നമുക്ക്. പക്ഷെ പിന്നീട് തിരിച്ച് എറണാകുളത്ത് വരേണ്ട ഒരു സാഹചര്യം ഉണ്ടായപ്പോൾ അന്ന് ഞാൻ പഠിച്ചത് എനിക്ക് ഉപയോഗപ്പെടുത്താൻ കഴിഞ്ഞത് ഈ മേഖലയിലാണ്. തീർച്ചയായും. അപ്പം എൻ്റെ വീട്ടുകാർക്ക് ആ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ അല്ലാതുള്ള ഒരുപാട് പേരെ എനിക്കറിയാം മക്കളൊരു രണ്ട് കാര്യങ്ങളുണ്ട്. ഇപ്പം നമുക്ക് നമ്മുടെ ആ ഒരു ഏരിയ എന്താണെന്ന് കൃത്യമായി നമുക്ക് അറിയാമെന്ന് വെച്ചാൽ ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഒരു ടെസ്റ്റിൻ്റെ ആവശ്യമില്ല. ഇപ്പം പേരൻസിന് അറിയാം, നമുക്കും അറിയാം. നമുക്ക് ഇഷ്ടമുള്ള മേഖലയാണെങ്കിൽ ആ മേഖലയിലേക്ക് പോവുക. പക്ഷേ ഞാൻ പറഞ്ഞത് ഒന്നിൽ കൂടുതൽ മേഖല ഒരു വ്യക്തിക്ക് ഡോമിനൻ്റായി നിൽക്കുന്നതാണ്. മനസ്സിലായോ? അപ്പോൾ അതിനകത്ത് ഏറ്റവും കൂടുതൽ ഡോമിനൻ്റായി നിൽക്കുന്ന മേഖല കണ്ടുപിടിക്കാനായിട്ട് ഇത് സഹായിക്കും. മനസ്സിലായി. അതാണ് ആ ടെസ്റ്റിൻ്റെ പ്രത്യേകത. ഈ പേരൻസിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ അത് ഭയങ്കര പ്രശ്നമാണ്. എല്ലാ സ്ഥലങ്ങളും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. കാരണം പേരൻസിന് അവർക്ക് ഇതുവരെ സാധിക്കാൻ പറ്റാതിരുന്ന അവരുടെ ആ ഒരു സെൽഫ് ഉണ്ടല്ലോ, അത് മകനെ കൂടിയും മകളെ കൂടിയും സാധിച്ചെടുക്കാൻ വേണ്ടി ഈ പേരൻസ് എല്ലാം അങ്ങ് ശ്രമിക്കും. ഏറ്റവും കൂടുതൽ മാർക്ക് മേടിക്കണം. SLCക്ക് 5 പ്രാവശ്യം ഫെയിലായ അച്ഛനാണ് പറയുന്നത് SLCക്ക് റാങ്ക് മേടിക്കണമെന്ന് മോനോട് പറഞ്ഞു കൊടുക്കുന്നത്. മനസ്സിലാകുന്നുണ്ടോ? കുട്ടിക്കാണിത് റാങ്ക് മേടിക്കാതെ വീട്ടിലോട്ട് ചെന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ അച്ഛൻ ഇങ്ങനെ അടിക്കാനായിട്ട് ഇരിക്കാൻ നിൽക്കില്ല. അച്ഛനെല്ലാം അമ്മയായാലും സ്വാഭാവിക ടെൻഷൻ വരും. കുട്ടികൾ ഇറങ്ങി എങ്ങോട്ടെങ്കിലും പോകും, ബാംഗ്ലൂരോ അല്ലെങ്കിൽ വേറെ എവിടെയെങ്കിലും ഇറങ്ങിപ്പോവും, അല്ലെങ്കിൽ സൂയിസൈഡ് ചെയ്യും. മനസ്സിലാകുന്നുണ്ടോ? അപ്പം എനിക്ക് പറയാനുള്ള സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോ കുട്ടികളും ഡിഫറൻ്റാണ്. അച്ഛനും അമ്മയുടെയും ടേസ്റ്റ് ഡിഫറൻ്റാണ്. അച്ഛൻ്റെയും അമ്മയുടെയും കഴിവായിരിക്കത്തില്ല ഈ കുട്ടിക്ക് കാണുന്നത്. മനസ്സിലാകുന്നുണ്ടോ? ഇപ്പോൾ അച്ഛൻ പ്രൊഫസർ, ഇപ്പോൾ എൻ്റെ അടുത്ത് വന്ന അച്ഛൻ പ്രൊഫസർ, ഒരു കോളേജ് പ്രൊഫസർ, അമ്മയാണല്ലേ ഡോക്ടറാണ്. ഇവർക്ക് ഒരു പെൺകുട്ടി. ഈ പെൺകുട്ടിയെ അമ്മ പറയുന്നത് ഡോക്ടറാക്കണം, അച്ഛൻ പറയുന്നത് വേണ്ട കോളേജ് പ്രൊഫസറാക്കിയത് എന്ന് പറയും. മനസ്സിലായി? ഈ കുട്ടിയാണ് രണ്ടും ഓക്കെയാണ്. കുട്ടി കഴിഞ്ഞാൽ അച്ഛൻ എന്താ പറയുന്നത്? അച്ഛൻ പറഞ്ഞ് ഇങ്ങനെയാണ്, അമ്മ പറയുന്നത് ഡോക്ടറായാൽ മതി. അപ്പം ശരി എന്നാൽ അമ്മ പറയും അന്ന് എനിക്ക് ഡോക്ടറാണ്, അച്ഛൻ പറയും പ്രൊഫസറാണ്. ഈ കുട്ടി രണ്ടും എഗ്രി ചെയ്യുകയാണ്. പേരൻസ് കൺഫ്യൂസ്ഡായി എന്ത് ചെയ്യണം. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ അടുത്ത് ടെസ്റ്റിന് കൊണ്ടുവന്നത്. അപ്പോൾ നമ്മൾ ഈ ടെസ്റ്റുകളെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ കുട്ടിയോട് ഞാൻ സംസാരിച്ച് വിശദമായി തുറന്ന് അന്ന് ആദ്യമായിട്ടാണ് ആ കുട്ടി മനസ്സ് തുറന്ന് സംസാരിക്കുന്നത്. ആ കുട്ടി എന്നോട് പറഞ്ഞു എനിക്ക് ഈ 2 ഫീൽഡും വേണ്ടെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ മോക്ക് ഏതാ വേണ്ടത്? സാർ അത് അച്ഛനോടും അമ്മയോടും പറയുമ്പം അവരെന്നെ വഴക്ക് പറയുമോ? ഞാൻ പറഞ്ഞു വഴക്കൊന്നും പറയത്തില്ല, മോള് തുറന്ന് കാര്യങ്ങൾ പറയാം. ഞാൻ പറഞ്ഞു എനിക്ക് ആർക്കിടെക്ചർ മേഖലയാണ് ഇഷ്ടം. മനസ്സിലാകുന്നുണ്ടോ? അപ്പം നമ്മൾ ടെസ്റ്റ് എടുത്ത് ഞാൻ പറഞ്ഞു ഇപ്പം നമ്മൾ തീരുമാനം എടുക്കാൻ വരട്ടെ, നമ്മൾ ടെസ്റ്റ് എല്ലാം കംപ്ലീറ്റ് കഴിയട്ടെ, ഇതെല്ലാം കഴിഞ്ഞതിന് ശേഷം നമുക്ക് നോക്കാമെന്ന് പറഞ്ഞു. നമ്മൾ 3 ടെസ്റ്റും കമ്പയർ ചെയ്ത് നോക്കിയപ്പോൾ ആ കുട്ടിക്ക് ഏറ്റവും നല്ലതായിരുന്നു സിവിൽ ആർക്കിടെക്ചർ ആ മേഖലയിൽ. അതായിരുന്നു ഏറ്റവും ആപ്റ്റായിട്ടുള്ളത്. നമ്മൾ പേരൻസിനെ 2 പേരെയും പറഞ്ഞ് അത് കൺവിൻസ് ചെയ്തു. അവർക്ക് യാതൊരു പ്രശ്നവും ഇല്ലായിരുന്നു. പിന്നീട് കൺവിൻസ് ചെയ്തപ്പോൾ പിന്നെ ആ കുട്ടി അങ്ങനെ BRക്കിന് പോയി. അത് ഞാൻ പറയായിരുന്നു. അപ്പോൾ ആ കുട്ടിയുടെ മനസ്സിൽ കിടക്കുന്ന ആഗ്രഹം ഒളിഞ്ഞു കിടക്കുക പേരൻസിനോടുള്ള പേടി കാരണം. പേരൻസ് എന്ത് വിചാരിക്കും, വഴക്ക് പറയുമെന്നുള്ള പേടി കാരണം. പക്ഷേ ഇത് ഇങ്ങനെയുള്ളൊരു ടെസ്റ്റിന് വന്നു കഴിയുമ്പോഴത്തേക്ക് പ്രത്യേകിച്ച് കൗൺസിലിംഗ് കൂടെ ഉള്ളതുകൊണ്ട് നമുക്ക് അവരുടെ മനസ്സിൽ കിടക്കുന്ന പ്രശ്നങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാൻ പറ്റും. മനസ്സിലാകുന്നുണ്ടോ? അപ്പോൾ എന്തായാലും ഒരു ഈ DMIT ടെസ്റ്റിന് ചോദിച്ച് വിളിക്കുന്നവരോടൊക്കെ ഞാൻ ചോദിക്കും എന്തിനാണെന്ന് ചോദിക്കുമ്പോൾ ഈ പറയാറുണ്ട് മക്കളുടെ ഫ്യൂച്ചർ. അപ്പോൾ ജനങ്ങൾ അങ്ങനെ ചിന്തിക്കാൻ തുടങ്ങി എന്ന് പറയുന്നത് കൃത്യമായ കരിയർ കണ്ടെത്തുക. അതെ. അപ്പം ഒരു കുട്ടിയുടെ ഫ്യൂച്ചർ നിർണ്ണയിക്കാൻ ഉള്ള അത് നാളെ മാറാതിരിക്കോ ചെയ്യാമായിരിക്കും പിന്നെയാണ് സാഹചര്യം കാര്യമാണ്. എന്നാലും അവരുടെ സ്ട്രെങ്ത്, അവരുടെ വീക്ക്നെസ്, അവരിൽ എന്തൊക്കെയാണ് ഇൻബോൺ ആയിട്ടുള്ള ഇൻ്റലിജൻസ്, അവരുടെ മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഡിസ്ട്രിബ്യൂഷന് ധാരാളം കഴിവുകളുടെ കേന്ദ്രമാണ്. ഇതൊക്കെ നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. അതനുസരിച്ചുള്ളൊരു മേഖലയിലേക്ക് വിടാനായിട്ട് സഹായിക്കും. അത് അവർക്ക് ഇഷ്ടമുള്ള മേഖല തന്നെ ആയിരിക്കുകയും ചെയ്യും. ഞാനിത് പറഞ്ഞുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് എനിക്ക് ഓർമ്മ വന്നത് നമ്മുടെ രാഹുൽ, ബാക്കിൽ ഇൻ്റർവ്യൂ ചെയ്യുന്ന രാഹുൽ എനിക്ക് തോന്നുന്നു കൊമേഴ്സൊക്കെ കഴിഞ്ഞ് ഈ ട്രേഡിങ്ങിൽ ഒക്കെ വലിയ ഷെയർ ട്രേഡിങ്ങിലൊക്കെ ഡിപ്ലോമയൊക്കെ കഴിഞ്ഞ് അവൻ്റെ ഒരു മേഖല അതായിരുന്നു. ശരി. അപ്പം നാട്ടുകാരനാണ്, പണ്ട് മുതലേ നമുക്ക് അറിയാവുന്ന പയ്യനാണ്. അപ്പോൾ നമ്മളോട് എല്ലാത്തിനും ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിലെ യുവജന പ്രസ്ഥാനത്തിലെ പ്രവർത്തകരായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. രാഹുൽ ഒരു ദിവസം എന്നോട് പറഞ്ഞു, ചേട്ടാ ഞാൻ ഇപ്പം ഇവിടെ നിന്ന് മാറിയിരിക്കണം, വേറെ ഒന്നുമല്ല ഈ പൊളിറ്റിക്സിൻ്റെ പിന്നാലെ പോയാൽ ജീവിതം പോവാണ്, ഞാൻ കുറച്ച് ദിവസം ചേട്ടനോട് വന്ന് നിൽക്കാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വിചാരിച്ചാൽ എനിക്കെന്തായാലും ഓഫീസിലെ കണക്കും കാര്യങ്ങളൊക്കെ നോക്കാൻ ഒരാൾ വേണം, നമ്മളിവിടെ ഇല്ലാത്തപ്പോഴും നമ്മൾ വിശ്വസനായ ഒരാൾ കാര്യങ്ങൾ നോക്കും, വാ എന്ന് പറഞ്ഞു. അങ്ങനെ ഒരു ദിവസം ഞാനും രാഹുലും കൂടെ ഒരു യാത്രക്കിടയിൽ ഒരു ചെറുനാരങ്ങയുടെ തോട്ടം കണ്ടു. ഞങ്ങളതിൽ വീഡിയോ എടുക്കുമ്പോൾ എൻ്റെ ക്യാമറ ഉണ്ട്. ഞാൻ രാഹുലിൻ്റെ ക്യാമറ എടുത്തിട്ട് നീ വീഡിയോ എടുക്ക്, നമുക്ക് പബ്ലിഷ് ചെയ്യാമെന്ന് പറഞ്ഞിട്ട് രാഹുലിനെ കൊടുക്കുമ്പോൾ രാഹുൽ ചേട്ടാ എന്നെ കൊണ്ട് ഇത് പറ്റത്തില്ല, ക്യാമറ എടുക്കാൻ പറ്റത്തില്ല. അപ്പം നീ ക്യാമറ നീ കൊണ്ട് നിൽക്കുക പറഞ്ഞു. എന്നിട്ട് നീ ആങ്കർ ചെയ്യാൻ പറഞ്ഞു. അപ്പം ഞാനോ അവിടെ ധൈര്യമായിട്ട് ചെയ്യണം, ഞാൻ പറഞ്ഞുതരാമെന്ന് പറഞ്ഞിട്ട് ഫസ്റ്റ് ആ വീഡിയോ ആണ് എടുക്കുന്നത്, ഒരു വ്ളോഗ് ടൈപ്പ് വീഡിയോ. പിന്നീട് ഇവിടെ വരികയും പിന്നീട് ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഞാനിവിടെ ഇല്ല, അന്ന് എൻ്റെ ശില്പ ലീവാണെന്ന് തോന്നുന്നു എന്തോ. ഇപ്പം ആരെങ്കിലും ഇൻ്റർവ്യൂ എടുത്തേ പറ്റും, നേരെ നിർത്തി ഞാൻ നിന്നോട് വിളിച്ചിട്ട് കുറച്ച് ടെലിഫോൺ നിന്നെ കൊണ്ട് പറ്റും, അത് ചെയ്ത ആളുകൾ എടുത്തിട്ട് ഇനി പിന്നെന്തോ നീ ചെയ്യും. അന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ തുടങ്ങിയാണ്. ഇന്ന് കൂടുതൽ പേരും
അല്ല, ഞാൻ സന്തോഷിക്കുന്ന ഒരു കാര്യം, കൂടുതൽ പേരും ചില വീഡിയോകൾ ഞാനിടുമ്പോൾ ഇത് രാഹുൽ എടുത്തായിരുന്നെങ്കിൽ നന്നായിരുന്നു എന്ന് പറയുന്ന കേൾക്കുമ്പോൾ നമുക്ക് രാവിലെ രതീഷ് അയ്യപ്പക്കുറുപ്പ് അദ്ദേഹം പന്തളത്ത് തന്നെ വിളിച്ചു. തീർച്ചയായും. അപ്പോൾ അദ്ദേഹം വിളിച്ചപ്പോഴും എന്നോട് രാഹുലിനെ പറ്റി സംസാരിക്കണം, രാഹുലിന് വണ്ണം വെക്കുന്നുണ്ട്, അവരോട് ശ്രദ്ധിക്കാൻ പറയണം. അപ്പോൾ അത്രയും ആളുകൾ ഇവരെ ഏറ്റെടുക്കുന്നു എന്ന് പറഞ്ഞാൽ തീർച്ചയായും നമ്മുടെ പൊളിറ്റിക്കൽ ചാനലിൽ രാഹുലിന്റെ രാഷ്ട്രീയ നിരീക്ഷണങ്ങൾ കൃത്യമായിട്ട് കാണുന്ന ആളുകളുണ്ട്. അപ്പം നമ്മുടെ നേഷൻ ഫസ്റ്റ് എന്ന പൊളിറ്റിക്കൽ ചാനലുണ്ട്. ഇതിൽ സാധാരണക്കാരേക്കാൾ കൂടുതൽ പൊളിറ്റിക്കൽ ലീഡേഴ്സ്, അത് നമുക്ക് മനസ്സിലാവും, ഇവരെയൊക്കെ കാണും. ഇന്നലെ തന്നെ ഞാൻ പല പരിപാടിയായിട്ട് പലരെയും കണ്ടപ്പോഴും നമ്മൾ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഇത് ചെയ്തുകൊണ്ടിരുന്നതാണെങ്കിൽ ഇപ്പം നേഷൻ ഫസ്റ്റിൽ ആളുകൾ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പം നാട്ടിലൊരു രാഷ്ട്രീയ പ്രവർത്തനം നടത്തിക്കൊണ്ടിരുന്ന ഒരാളെ ഇപ്പോൾ സ്റ്റേറ്റ് വൈഡ് അറിയപ്പെടുന്നു, ഈ സ്പിരിച്വൽ മേഖലയിൽ അറിയപ്പെടുന്നു, അവ എൻ്റർടൈൻമെൻറ്റ് കണ്ടന്റ് ചെയ്യുന്നു എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അന്നത്തെ കണ്ടെത്തൽ അല്ല, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒരു വ്യക്തിയിൽ ഒന്നിൽ കൂടുതൽ കഴിവുകളുണ്ട്. അതാണ് ആ കഴിവിനെ തിരിച്ചറിയണമെന്നാണ് ഞാൻ പറഞ്ഞത്. പേരൻസ് അവരെ തിരിച്ചറിയണം. അവരുടെ കഴിവിനെ ഒരിക്കലും അടിച്ചതാക്കാൻ ശ്രമിക്കരുത്. അവരുടെ കഴിവിനെ മോട്ടിവേറ്റ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ കാണുന്ന പേരൻസിനോടാണ്, പേരൻസിനോ സഹോദരങ്ങൾക്കോ സഹപാഠികൾക്കോ ഒക്കെ സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ് കരിയർ മാപ്പിംഗ് ടെസ്റ്റ്. ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ സാറിനെ കോൺടാക്ട് ചെയ്യുക. ഞാൻ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. താങ്ക് യു.